എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിഷൻ ഫസ്റ്റ് റാങ്ക് ആണ്. അതായത് 10 മലയാളം ക്വസ്റ്റ്യൻസ്, 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്, 10 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ടൈപ്പ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: നദി എന്ന അർത്ഥമില്ലാത്ത പദം നദപതി എന്നുള്ളതാണ്. നദി എന്ന അർത്ഥമില്ലാത്ത പദം. അപ്പോൾ നദി എന്ന് പറയുന്ന അർത്ഥം വരുന്നത് ആപക, തടിനി, നിമ്നവയാണ്. ശരത് അധികം ചന്ദ്രൻ ചേർത്ത് എഴുതിയാൽ ശരത്ചന്ദ്രൻ എന്നായിട്ട് മാറാം. സ്റ്റാറ്റസ് കോ എന്നതിൻ്റെ മലയാള പരിഭാഷ എന്താണ്? മാറ്റമില്ലാത്ത സ്ഥിതിയാണ്. പൂർവം വിപരീത പദം പശ്ചിമമാണ്. ഭാഗിനേയൻ സ്ത്രീലിംഗമാണ്. ഭാഗിനേയൻ്റെ സ്ത്രീലിംഗം ഏതാണ്? ഭാഗിനേയി എന്നുള്ളതാണ്. ഇനി വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ. ഈ ശൈലിയുടെ അർത്ഥം സൂചിപ്പിക്കുന്നത് പുരോഗതിയില്ലാത്ത അവസ്ഥയാണ്. ഇനി ദർ ഈസ് നോ റോസ് ബട്ട് ഹാസ് തോൺസ് എന്നതിൻ്റെ വിവർത്തനം മുള്ളില്ലാത്ത റോസാച്ചെടി ഇല്ല. ആകാശകുസുമം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം തീരെ ഉണ്ടാകാൻ ഇടയില്ലാത്തത്. ഋജു വിപരീതം വക്രമാണ്. പികം എന്ന വാക്കിൻ്റെ അർത്ഥം കുയിലാണ്. പികം കുയിൽ. ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദേ ലിവ് ഇൻ എ വില്ലേജ്. കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ദേ ലിവ് ഇൻ എ വില്ലേജ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഏതാണ്? ദേ ലിവ് ഇൻ എ വില്ലേജ്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ടാഗ് വരണം. അതുകൊണ്ട് തന്നെ എയും സിയും ക്യാൻസലാണ്. പിന്നെ ദേ ലിവ് ഇൻ എ വില്ലേജ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ഒരു ഓക്സിലറി വെർബ് ഇല്ല. അതുകൊണ്ട് തന്നെ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. ലിവിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡു ലിവ് എന്നായിട്ട് മാറാം. അപ്പോൾ ഇവിടെ ഡു ആണ് വേണ്ടത്, ഡോണ്ട് ദേ. ആൻസർ ഓപ്ഷൻ ബി ആണ്. ദ തീഫ് ഡാഷ് ദ പോലീസ് കോട്ട് ഈസ് പണിഷ്ഡ്. ദ തീഫ് ഡാഷ് the police caught is punished. ആൻസർ ഓപ്ഷൻ സി ആണ്, whom ആണ് വരുന്നത്. they dash instrument since 7 o'clock. they dash instrument since 7 o'clock. ആൻസർ ഓപ്ഷൻ ഡി ആണ്, have been playing. അപ്പോൾ ഇവിടെ സിൻസ് 4 ഒക്കെ വരുന്നതാണെങ്കിൽ ഇവിടെ പെർഫെക്റ്റ് ടെൻസ് ആണ് വരുന്നത്. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. പിക്ക് ഔട്ട് ദ റോങ്ലി സ്പെൽഡ് വേർഡ്. റോങ്ലി സ്പെൽഡ് ആയിട്ടുള്ള വേർഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഹിപ്പോക്രേറ്റ് ആണ് മിസ്പെൽഡ് വേർഡ്. അപ്പം ബാക്കിയുള്ളതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് നോക്കാം. മില്ലേനിയം, MILLENNIUM. വെറ്ററിനറി, VETERINARY. അറ്റൻഡൻസ്, ATTENDANCE. Find out the silent letter in the word butcher. ബുച്ചറിൻ്റെ സൈലന്റ് ലെറ്റർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ടി ആണ് സൈലന്റ്. The auditorium dash when the music started. The auditorium dash when the music started. ആൻസർ ഓപ്ഷൻ ഡി, ഹാഡ് ആണ്. I always break and drop things. I am labeled as. I always break and drop things. I am labeled as. ആൻസർ ഓപ്ഷൻ ബി, ബട്ടർഫിംഗർ ആണ്. He said to me, which way did she go? ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. അപ്പോൾ ഇത് he said to me, why way did she go? ആൻസർ ഓപ്ഷൻ എ ആണ്, he asked me which way he had gone. which way he had gone. അടുത്ത ക്വസ്റ്റ്യൻ: I dash work 10 hours in those days. I dash work 10 hours in those days. ആൻസർ ഓപ്ഷൻ ബി ആണ്, കുഡ് ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ കഴിവിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് എനിക്ക് ആ ദിവസങ്ങളിൽ 10 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, കഴിവ്. അപ്പോൾ അത് ക്യാൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് കുഡാണ്. അടുത്തത് യു ഹാഡ് ബെറ്റർ ഡാഷ് ഹിം. ആൻസർ ഓപ്ഷൻ സി ആണ്, അഡ്വൈസ്. ADVISE ആണ്, അഡ്വൈസ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തത് 10 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: MS Word ഈസ് ഡാഷ് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ. MS Word എന്ത് കൈൻഡ് സോഫ്റ്റ്വെയർ ആണ്? എല്ലാവർക്കും അറിയാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് എന്ത് പറയുന്നത്? MS Word എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്തത് മെയിൽ മെർജ് ഫീച്ചർ യൂസ്ഡ് ഇൻ MS വേർഡ് ആണ്. MS വേർഡിൽ ഉപയോഗിക്കുന്ന മെയിൽ മെർജ് ഫീച്ചർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മെയിൽ മെർജ് ഫീച്ചർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, സെൻഡ് ബൾക്ക് മെയിൽസ്. ഓക്കെ, ബൾക്ക് മെയിൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മെയിൽ മെർജ് എന്ന് പറയുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ലെറ്റേഴ്സ്, ലേബിൾസ്, എൻവലപ്സ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ ഇതിൽ നമുക്ക് ഒരു ഡാറ്റാബേസ് അല്ലെങ്കിൽ ഒരു സ്പ്രെഡ്ഷീറ്റ്, ഒരു അഡ്രസ് ലിസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മെയിൽ മെർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെയിലിംഗ് സ്റ്റാമ്പിലാണ് നമ്മൾ ഈ മെയിൽ മെർജ് മൊത്തത്തിൽ ചെയ്യുന്നത്. അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിലാണ് വരുന്നത്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സ് ഓഫ് MS വേർഡ് ആണ്. MS വേർഡിലെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അതായത് ഓൾ ഓഫ് ദി എബോവ്. കട്ട്, കോപ്പി, നമ്പറിംഗ്, ബുള്ളറ്റിംഗ്. അപ്പോൾ ഈ MS വേർഡ് ഹോമിലാണ് നമുക്ക് ഈ ഫീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫോണ്ട് കളർ, ഫോണ്ട് സൈസ്, ഫോണ്ട് സ്റ്റൈല്, അലൈൻമെന്റ്സ്, ബുള്ളറ്റ്സ്, ലൈൻ സ്പേസിംഗ് എക്സെട്ര. ഓക്കെ, അതായത് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഹോം ടാബിൽ അവൈലബിൾ ആണ്. ഇൻ വേർഡ് ഡോക്യുമെന്റ് ഷോർട്ട് കട്ട് കീ ഫോർ സബ്സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കൺട്രോൾ ആൻഡ് ദ ഈക്വൽ സൈൻ. അപ്പോൾ ഈ സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സൂപ്പർ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ സൂപ്പർ സ്ക്രിപ്റ്റ് ഓർ സബ്സ്ക്രിപ്റ്റ് ഈസ് എ നമ്പർ, ഫിഗർ, സിമ്പൽ ഓർ ഇൻഡിക്കേറ്റർ ദാറ്റ് ഈസ് സ്മോളർ ദാൻ ദ നോർമൽ ലൈൻ ഓഫ് ടൈപ്പ് ആൻഡ് ഈസ് സെറ്റ് സ്ലൈറ്റ്ലി എബോവ് സൂപ്പർസ്ക്രിപ്റ്റ് ഓർ ബിലോ ഇറ്റ് സബ്സ്ക്രിപ്റ്റ്. അതായത് സൂപ്പർസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്പറോ ഫിഗറോ സിമ്പലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഡിക്കേറ്ററോ ആണ്. അത് നോർമൽ ടെക്സ്റ്റിനേക്കാളും സ്മോളർ ആയിരിക്കും. പിന്നെ ആ ഒരു നോർമൽ ലൈൻ ഓഫ് ടെക്സ്റ്റിനേക്കാളും സ്ലൈറ്റ്ലി ഹയറോ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ലോവറോ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റ്, മറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് സ്ലൈറ്റ്ലി എബോവ് ആണ്, അതായത് സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് വരുന്നത്. സബ്സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ് ഇതൊക്കെ അറിയപ്പെടുന്നത് ഫോണ്ട് എഫക്ട്സ് എന്നാണ്. നമ്പർ ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് അപ്പിയേഴ്സ് ലിറ്റിൽ ബിലോ ദ നോർമൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫീച്ചർ ഈസ് യൂസ്ഡ് ടു സെറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ ഓഫ് ദ പാരഗ്രാഫ് ഓർ ടെക്സ്റ്റ് ഇൻ MS വേർഡ്? Which feature is used to set left and right margin of a paragraph or text in MS Word? Answer option D ആണ്, intent ആണ്. Which is the shortcut key for center alignment of a text in Word document? Word documentil center alignment ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട്കട്ട് കീ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, Ctrl+E ആണ്. ഓക്കെ, അടുത്തത്, instead of having drop down menus, MS Word 2007 creates a system where buttons and commands are grouped under the tabs is called. അതായത് നമുക്ക് ഈ 2003 വേർഷനിലൊക്കെ ഡ്രോപ്പ് ഡൗൺ മെനൂസ് അങ്ങനെയുള്ള ടൂൾ ബാർ അങ്ങനെയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 2007 ഒരു സിസ്റ്റം വന്നു. അതായത് ഈ ബട്ടൺസ്, കമാൻഡ്സ് ഒക്കെ ടാബിൻ്റെ അണ്ടറിൽ വന്നു. അതെന്താണ്, ആ ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, റിബൺ സിസ്റ്റം ആണ്. റിബൺ സിസ്റ്റം. ഓക്കെ, അതായത് ഈ റിബണിനെ നമുക്ക് ടാബായിട്ട് തിരിക്കാം. ടാബിലാണ് ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നത്. ഗ്രൂപ്പിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഓരോ ഐക്കൺസ് അല്ലെങ്കിൽ ഓരോ കമാൻഡ്സ് കിട്ടുന്നത്. സ്റ്റാറ്റസ് ബാർ എന്ന് പറയുമ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ബോട്ടം ഭാഗത്ത് വരുന്നതാണ്. ഇതിൽ എന്തൊക്കെയാണ് ഇൻഫർമേഷൻ ഉണ്ടാവുക? പേജ് നമ്പർ ഉണ്ടാവും, നമ്പർ ഓഫ് വേർഡ്സ് ഉണ്ടാവും, പ്രോഫിങ്, എറേഴ്സ്, ലാംഗ്വേജ് ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ MS വേർഡ് dash is a pre-designed document that you can use to create new documents with the same formatting. In MS Word, dash is a pre-designed document that you can use to create new documents with the same formatting. Answer option A ആണ്, അതായത് ടെംപ്ലേറ്റ്സ് ആണ്. ഇൻസേർട്ട് ടാബിലാണ് നമുക്ക് എന്തൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത്? പേജസ്, ചാർട്ട്സ്, പിക്ചേഴ്സ്, സിമ്പിൾസ്, ടേബിൾസ്, ഷേപ്സ്, ഹൈപ്പർ ലിങ്ക്സ് ഇതൊക്കെ. ഓക്കെ, പേജസിൽ കവർ പേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മാഗസിൻ്റെയോ ബുക്കിൻ്റെയോ ഒക്കെ കവർ പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻഡ് ഓട്ടോ ഷേപ്പ് ഇൻ MS വേർഡ്? MS വേർഡിൽ ഓട്ടോ ഷേപ്പ് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്ലിപ്പാർട്ടാണ്. ക്ലിപ്പാർട്ട്. ഓക്കെ, ഓട്ടോ ഷേപ്പ് ഏതൊക്കെയാണ്? ലൈൻസ്, പിന്നെ സർക്കിൾസ്, കേർവ്സ് ആണ്. ക്ലിപ്പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ നമുക്ക് ഈ ക്ലിപ്പാർട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ക്ലിപ്പാർട്ട് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഡ്രോയിങ്സ്, മൂവീസ്, സൗണ്ട്സ്, സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി ഇതൊക്കെ
സ്പെസിഫിക് കൺസെപ്റ്റിനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഓട്ടോ ക്ലിപ്പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസൻറ്റേഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി ക്ലിപ്പാർട്ട് ആഡ് ചെയ്യുന്നതാണ് വരുന്നത്. അപ്പോൾ ഈ ഇൻകറക്റ്റ് ഓരോ സ്ലൈഡിലെയും ഇൻകറക്റ്റ് സ്പെല്ലിങ്ങിന് സ്കാൻ ചെയ്യും. അതുപോലെ തന്നെ വേർഡ് ആർട്ട് ഒബ്ജക്ട്സിനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഓട്ടോ ക്ലിപ്പാർട്ട് ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കോളം ഹെഡിങ് ഫോർ ഈച്ച് കാറ്റഗറി ഇൻ ഡാറ്റാ സോഴ്സ്? ഡാറ്റാ സോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ മെയിൽ മെർജിൽ ഉപയോഗിക്കുന്ന ആ ഒരു അഡ്രസ് ലിസ്റ്റിനെയാണ് ഡാറ്റാ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡാറ്റാ സോഴ്സിലെ കോളം ഹെഡിങ് അറിയപ്പെടുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫീൽഡ് നെയിം. ഓക്കെ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.